വെൽക്കം ബാക്ക് ടു ചാനൽ ലേൺ. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് HSI നാച്ചുറൽ സയൻസ് സിലബസ് ബേസ് ചെയ്തൊരു ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ HSI നാച്ചുറൽ സയൻസ് സിലബസ് ബേസ് ആയിട്ട് ഉള്ള ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ പാർട്ട് ബി മോഡ്യൂൾ 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ജെനറ്റിക്സ്, അതുപോലെ തന്നെ ബയോടെക്നോളജി, ഇമ്മ്യൂണോളജി, അതുപോലെ തന്നെ മൈക്രോബയോളജി, ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജിയിലെ ഫസ്റ്റ് പോർഷനിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ മാക്സിമം ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഞാൻ പല ടെക്സ്റ്റ് ബുക്കുകളും എസ്പെഷ്യലി +2 ലെവൽ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കി റെഫർ ചെയ്താണ് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന കോശങ്ങളെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ജീവജാലങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇനി ഒരു വസ്തുവിന് ഒരു ജീവിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് അവയുടെ ജീവന്റെ സാന്നിധ്യം മനസ്സിലാക്കലാണ്. അപ്പൊ ജീവന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോശങ്ങളാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെ ശരീരം എന്താൽ നിർമ്മിതമാണ്? അനേകം കോശങ്ങളാൽ നിർമ്മിതമാണ്. ജീവജാലങ്ങളാണോ അവയുടെ ശരീരം അനേകം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിൽ തന്നെ നമ്മുടെ ചില ജീവികളുടെ ശരീരം ഒറ്റ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവ എന്ത് വിളിക്കും? ഏകകോശ ജീവികൾ എന്ന് വിളിക്കും. എന്നാൽ മറ്റു ചില ജീവികളുടെ ശരീരം അനേകം കോശങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കും. അപ്പൊ എന്ത് വിളിക്കും? ബഹുകോശ ജീവികൾ എന്ന് വിളിക്കും. ഇത്തരത്തില് കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് ഒരു ശാസ്ത്രശാഖയുണ്ട്. ഇപ്പൊ കോശത്തെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് കോശ ജൈവശാസ്ത്രം അല്ലെങ്കിൽ സൈറ്റോളജി. ഇപ്പൊ എന്താണ് കോശ ജൈവശാസ്ത്രം അല്ലെങ്കിൽ സൈറ്റോളജി? കോശത്തെ കുറിച്ചുള്ള പഠനം. ഇനി ഏകകോശ ജീവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഏകകോശ ജീവികളിൽ തന്നെ ഏകകോശ സസ്യങ്ങളുണ്ട്, ഏകകോശ ജന്തുക്കളുമുണ്ട്. ഏകകോശ സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ക്ലോറലയും ക്ലാംഡോമോണസുമാണ് ഏകകോശ സസ്യങ്ങൾക്ക് ഉദാഹരണം. ഏതൊക്കെയാണ് ഏകകോശ സസ്യങ്ങൾക്ക് ഉദാഹരണം? പറഞ്ഞേ. ക്ലോറലയും ക്ലാംഡോമോണസും. അതുപോലെ ഏകകോശ ജന്തുക്കൾക്ക് ഉദാഹരണം പറഞ്ഞേ. ഏതൊക്കെയാണ്? അമീബയും പാരമീസും. ഏകകോശ ജന്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? അമീബയും പാരമീസും. അപ്പൊ അതാണ് നമ്മൾ ഏകകോശ ജീവികളെ കുറിച്ച് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? സൈറ്റോളജി അല്ലെങ്കിൽ കോശ ജൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ കോശത്തെ കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ പറഞ്ഞു എന്താണ് ഇനിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ജീവനുള്ള കോശം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെ, ആരാണിത്? റോബർട്ട് ഹുക്ക് 1665 കോർക്കിന്റെ ഛേദത്തിലാണ് ആദ്യമായിട്ട് കോർക്കിന്റെ ഛേദത്തെ നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം അതിൽ ധാരാളം അറകൾ കണ്ടെത്തുകയും ആ അറകളെ അദ്ദേഹം കോശം എന്ന പേരിട്ട് വിളിക്കുകയും ചെയ്തു. അപ്പൊ 1665 റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് ഒരു കോശം കണ്ടെത്തിയത്. അപ്പൊ അവിടെ റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ് 1665. ഇനി മനസ്സിലാക്കേണ്ടത് ജീവനുള്ള ഒരു കോശത്തെ കണ്ടെത്തിയ ആരാണെന്ന് ചോദിച്ചാൽ ആന്റോണിയോ വൻ ലീവൻ ഹുക്കാണ്. ആന്റോണിയോ വൻ ലീവൻ ഹുക്കാണ് ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത്. 1674 അദ്ദേഹം ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത്. അപ്പൊ ഒരു ജീവനുള്ള കോശത്തെ ജീവകോശത്തെ ആദ്യമേ കണ്ടെത്തി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആന്റോണിയോ വൻ ലീവൻ ഹുക്കാണ്. ഏത് വർഷമാണ്? 1674 ഓർത്തു വെക്കാം. ഇനി അതുപോലെ തന്നെ 1831 റോബർട്ട് ബ്രൗൺ എന്ത് കണ്ടെത്തിയത്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടെത്തിയത്. 1831 റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടെത്തിയത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? കോശം എന്താണ് മനസ്സിലാക്കി അല്ലെ. കോശം എന്താണെന്ന് മനസ്സിലാക്കി. കോശം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജീവജാലങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരവും അടിസ്ഥാന ഘടകമാണ് കോശം അല്ലെ. അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാണെന്ന് മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ ഒരു കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. 1664 1665 റോബർട്ട് ഹുക്ക് കണ്ടെത്തിയത് കോശം കണ്ടെത്തിയത്. ഇനി ഒരു ജീവകോശം ജീവനുള്ള കോശം കണ്ടെത്തിയത് ആരാണ്? ആന്റോണിയോ വൻ ലീവൻ ഹുക്ക്. അത് 1674 കൂടെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ആരാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടെത്തിയത്? റോബർട്ട് ബ്രൗൺ ആണ്. 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടെത്തി. ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ആണ്. ജസ്റ്റ് ഓർത്തു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കോശ സിദ്ധാന്തത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1838 മാത്യൂസ് ഷീഡൻ സസ്യകോശത്തെ കണ്ടെത്തി. 1838 മാത്യൂസ് ഷീഡൻ സസ്യകോശത്തെ കണ്ടെത്തിയത്. അദ്ദേഹം പറഞ്ഞു സസ്യങ്ങളുടെ ശരീരം അനേകം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കോശങ്ങൾ ചേർന്ന് കലകളായി രൂപപ്പെട്ടിരിക്കുന്നു. അതേപോലെ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് സസ്യങ്ങളുടെ കോശങ്ങൾക്ക് എന്താണ്? ഒരു കോശഭിത്തി കാണപ്പെടുന്നു. സസ്യകോശങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് കോശഭിത്തി എന്നും കൂടെ അദ്ദേഹം മനസ്സിലാക്കി. കോശ സിദ്ധാന്തത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനായ മാത്യൂസ് ഷീഡൻ 1838 ധാരാളം സസ്യങ്ങൾ നിരീക്ഷിക്കുകയും ആ സസ്യങ്ങൾ നിരീക്ഷിച്ച ഫലമായിട്ട് അദ്ദേഹം എന്ത് കണ്ടെത്തി? സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് മനസ്സിലാക്കി. ഇനി കോശങ്ങൾ ചേർന്ന് കലകൾ രൂപപ്പെട്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി.
ഇനി മാത്രമല്ല അദ്ദേഹം മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സസ്യകോശങ്ങൾ മറ്റു കോശങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അവയ്ക്ക് കോശഭിത്തി ഉണ്ടെന്ന് കൂടെ അദ്ദേഹം മനസ്സിലാക്കി. മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് സസ്യകോശങ്ങൾക്ക് എന്തുണ്ട്, കോശഭിത്തി ഉണ്ടെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. അപ്പൊ 1838 ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനായ മാത്യൂസ് സ്ലീഡൻ എന്ത് ചെയ്തത്, സസ്യകോശത്തെ കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കി. അദ്ദേഹം മനസ്സിലാക്കിയത് സസ്യകോശങ്ങളുടെ പ്രത്യേകത എന്താണ്, മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് അവയ്ക്ക് ഒരു കോശഭിത്തി ഉണ്ടെന്നും കൂടി അദ്ദേഹം മനസ്സിലാക്കി. ഏത് വർഷമാണ്, 1838. ഇനി 1839 തിയോഡർ ഷാൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ജന്തുശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ജന്തുകോശങ്ങളെയാണ് പഠന വിധേയമാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കി ജന്തുകോശങ്ങൾക്ക് ഒരു ബാഹ്യസ്തരമുണ്ട്, ആ ബാഹ്യസ്തരത്തെ പ്ലാസ്മ സ്തരം എന്ന് അറിയപ്പെടുന്നതോടെ അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ 1839 ജർമ്മൻ ജന്തുശാസ്ത്രജ്ഞൻ ആരാണ്, തിയോഡർ ഷ്വാൻ അല്ലെ, ജർമ്മൻ ജന്തുശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ ആണ് എന്ത് ചെയ്തത്, ജന്തുകോശം നിരീക്ഷിച്ചത്. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്, ജന്തുകോശത്തിന് ഒരു ബാഹ്യസ്തരമുണ്ട്, ആ ബാഹ്യസ്തരത്തിന്റെ പേര് പ്ലാസ്മ സ്തരമാണെന്ന് കൂടി അദ്ദേഹം മനസ്സിലാക്കി. ഇത്തരത്തില് ഈ പറയുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ എന്ത് മനസ്സിലാക്കിയത്, ജന്തുകോശങ്ങളും സസ്യകോശങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, അല്ലെങ്കിൽ കോശങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് ഒരു സിദ്ധാന്തത്തിലേക്ക് അവര് രൂപം കൊടുത്തു. അപ്പൊ കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അതിന് ആവിഷ്കാരം കൊടുത്തത് ആരൊക്കെയാണ്, മാത്യൂസ് സ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. അതായത് സസ്യകോശങ്ങളും നിരീക്ഷിച്ചു, അതുപോലെ ജന്തുകോശങ്ങൾ നിരീക്ഷിച്ച് അവർ അവസാനം ഒരു പരികല്പന രൂപീകരിച്ചു, ഒരു സിദ്ധാന്തം രൂപീകരിച്ചു. അതാണ് കോശ സിദ്ധാന്തം. അപ്പൊ ആ കോശ സിദ്ധാന്തത്തിൽ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്നത് സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും അല്ലെ, സസ്യങ്ങളും ജന്തുക്കളുടെ എല്ലാം ശരീരം കോശങ്ങളും കോശ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. അതാണ് പ്രധാനമായിട്ട് കോശ സിദ്ധാന്തത്തിലെ ഒന്നാമത്തെ പോയിന്റ്. ഇനി ഇവര് കോശ സിദ്ധാന്തമൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ സിദ്ധാന്തത്തിന് പുതിയ കോശങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഒരു ജീവിയുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതിയ കോശങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ കുറിച്ചൊരു ഒരു വ്യക്തത കൊടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് റുഡോൾഫ് വിർഷോ എന്ന ശാസ്ത്രജ്ഞനാണ്. 1855 അദ്ദേഹം ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്തി അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന അല്ലെ, നിലവിലുണ്ടാകുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശം ഉണ്ടാകുന്നത്. കോശങ്ങൾ എന്താണ് വിഭജിക്കുന്നത് എന്നും നിലവിലുള്ള കോശങ്ങളാണ് പുതിയ കോശം ഉണ്ടാകുന്നതും അദ്ദേഹം മനസ്സിലാക്കുന്നത്. കോശങ്ങൾ വിഭജിക്കുന്നുവെന്നും നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശം ഉണ്ടാകുന്നതെന്നും അല്ലെങ്കിൽ ഒമിനസ് സെല്ലുല ഈ സെല്ലുല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പൊ ആരാണ് വിശദീകരണം കൊടുത്തത്, റുഡോൾഫ് വിർഷോ ആണ്. ഏത് വർഷം, 1855. അദ്ദേഹം എന്ത് വിശദീകരണമാണ് കൊടുത്തത്, കോശ സിദ്ധാന്തത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു വിശദീകരണം. എന്താണത്, കോശങ്ങൾ വിഭജിക്കുന്നുവെന്നും നിലവിലെ കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശം ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം വിശദീകരണം കൊടുത്തു. അത് 1855 റുഡോൾഫ് വിർഷോ ആണ് ഒമിനസ് സെല്ലുല ഈ സെല്ലുല എന്നാണ് അദ്ദേഹം അതിനെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോശ സിദ്ധാന്തം പിന്നെ പുനരാവിഷ്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച സമയത്ത് തിയോഡർ ഷ്വാനും അതുപോലെ സ്ലീഡനും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന സമയത്ത് വ്യക്തമായ ഒരു ധാരണയിൽ എത്തുകയും അതിന്റെ പ്രകാരം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്, എല്ലാ ജീവജാലങ്ങളും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളും കോശ ഉൽപ്പന്നങ്ങളും കൊണ്ടാണ്. രണ്ട്, എല്ലാ കോശങ്ങളും മുൻപ് നിലവിലിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ കൂടെയാണ് വിശദീകരണം കൊടുത്തത്. അപ്പോൾ ഒമിനസ് സെല്ലുല ഈ സെല്ലുല എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, കോശങ്ങൾ വിഭജിക്കാൻ സാധിക്കുമെന്നും അതായത് നിലവിലുള്ള കോശങ്ങൾ മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ഒമിനസ് സെല്ല ഈ സെല്ല എന്നത് അർത്ഥമാക്കുന്നത്. ഇത് അതിനെക്കുറിച്ച് പരാമർശിക്കുക പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് വിർഷോ. ഏത് വർഷമാണ്, 1855. ഇനി അത് പ്രകാരം കോശ സിദ്ധാന്തം എന്ത് ചെയ്തു, പുനരാവിഷ്കരിച്ചു. അപ്പൊ ആദ്യം കോശ സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, ജീവവർഗത്തിന്റെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം കോശമാണെന്നുമാണ് കോശ സിദ്ധാന്തത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് കോശ സിദ്ധാന്തം എന്ത് പുനരാവിഷ്കരിച്ചു. റുഡോൾഫ് വിർഷോയുടെ കണ്ടുപിടുത്തത്തോടുകൂടി എന്താ പറഞ്ഞ കോശ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചു. അതിന്റെ ഫലമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ്, എല്ലാ ജീവജാലങ്ങളും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളും കോശ ഉൽപ്പന്നങ്ങളും കൊണ്ടാണ്. ഇനി എല്ലാ കോശങ്ങളും മുൻപ് നിലനിൽക്കുന്ന കോശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണ് കോശ സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എല്ലാ ജീവജാലങ്ങളും ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളും കോശ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, എല്ലാ കോശങ്ങളും മുൻപ് നിലനിൽക്കുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് കോശ സിദ്ധാന്തത്തിൽ പരാമർശിക്കുന്നത്. അപ്പൊ കോശ സിദ്ധാന്തം എന്താണ് മനസ്സിലായല്ലോ. റുഡോൾഫ് വിർഷോയുടെ കണ്ടുപിടുത്തത്തോടുകൂടി കോശ സിദ്ധാന്തം എന്ത് ചെയ്തു, പുനരാവിഷ്കരിക്കപ്പെട്ടു. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇനി ഇവിടെ ഒരു ഉള്ളിത്തൊലിയിലെ കോശങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്റെ കവളിലെ ആവരണ കല്ലിലെ കോശങ്ങൾ നമ്മൾ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുമ്പോൾ എന്താണ് അതുപോലെ നല്ല വ്യത്യാസം എന്ന് മനസ്സിലാക്കാം. ഉള്ളിത്തൊലിയിലെ കോശങ്ങളും അതുപോലെ മനുഷ്യന്റെ കവളിലെ ആവരണ കല്ലിലെ കോശങ്ങളുമാണ് നമ്മളിവിടെ
നിരീക്ഷിക്കാൻ പോകുന്നത്. അവിടെ മനസ്സിലാക്കുക, ഉള്ളിത്തൊലി എന്ന് പറയുമ്പോൾ നമ്മളവിടെ സസ്യകോശത്തെയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അപ്പൊ സസ്യകോശത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം, സസ്യകോശത്തെ മറ്റു കോശങ്ങൾ അപേക്ഷിച്ച് അവയ്ക്ക് എന്തുണ്ട്, കോശഭിത്തി ഉണ്ടെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മള് ജന്തുകോശത്തിലൊക്കെയാണെങ്കിൽ ജന്തുകോശത്തിന്റെ ബാഹ്യസ്ഥലമുണ്ട്, കോശത്തിന് പുറമെ ബാഹ്യസ്ഥലത്തിന് പ്ലാസ്മാസ്ഫെറം എന്നൊരു ബാഹ്യസ്ഥലം ഉണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ എന്താണ്, ഉള്ളിത്തൊലിയിൽ ആ കോശഭിത്തി നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, കോശസ്ഥലത്തിനുള്ളിലായിട്ട് എന്ത് കാണപ്പെടുന്നു, ഒരു കോശഭിത്തി കാണപ്പെടുന്നു. അതായത് ഉള്ളിത്തൊലി എടുക്കാനുള്ള സസ്യകോശ ഉദാഹരണമുള്ള ഉള്ളിത്തൊലി, അപ്പൊ കോശഭിത്തിയും അതിനുള്ളിലായിട്ട് ഒരു കോശസ്ഥലവും നമുക്ക് സസ്യകോശത്തിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ കവിളിലെ കോശങ്ങൾക്ക്, അതായത് ആവരണകലയിലെ കോശങ്ങൾക്ക് ഏറ്റവും പുറമെ കോശസ്ഥലം കാണപ്പെടുന്നു. ഇനി അതിനാണ് ആ കോശസ്ഥലത്തില് എന്താണ് ഏറ്റവും കൂടുതൽ കോശസ്ഥലം കാണുന്നു. അതുപോലെ തന്നെ ഓരോ കോശത്തിനും ഉള്ളിലായിട്ട് കട്ടി കൂടിയ എന്താണ് സ്ഥലത്താൽ പൊതിഞ്ഞ മർമ്മം കൂടി കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോ മനുഷ്യന്റെ കവിളിലെ ആവരണകലയിലെ കോശം എടുത്ത് നിരീക്ഷിച്ചപ്പോൾ അവിടെ എന്താ കാണാൻ സാധിച്ചത്, ഓരോ കോശത്തിന് ചുറ്റും ഒരു കോശസ്ഥലം കണ്ടു, അല്ലെ, കോശത്തിന് പുറമെ ഒരു കോശസ്ഥലം കണ്ടു. അതുപോലെ തന്നെ ഓരോ കോശത്തിനുള്ളിലും കട്ടി കൂടിയ സ്ഥലത്താൽ പൊതിഞ്ഞ ഒരു മർമ്മത്തിന്റെ സാന്നിധ്യം ഇവിടെ കാണാൻ സാധിച്ചു. ഇനി ഈ മർമ്മത്തിനുള്ളിലായിട്ട് എന്ത് കാണപ്പെട്ടു, മർമ്മത്തിനുള്ളിലായിട്ട് ക്രോമസോമുകളും അവയ്ക്കുള്ളിലേക്ക് ജനിതക വസ്തുവായ DNA കാണാൻ സാധിച്ചു. അപ്പൊ എന്താണ്, ജന്തുകോശം എടുത്തപ്പോൾ നമുക്ക് എന്ത് നിരീക്ഷിക്കാൻ സാധിച്ചു, കോശത്തിന് പുറമേയായിട്ടൊരു കോശസ്ഥലം ഉണ്ടെന്ന് കാണാൻ സാധിച്ചു. ഇനി അതിനുള്ളിലായിട്ട് ഓരോ കോശത്തിനുള്ളിലായിട്ട് എന്ത് കാണപ്പെട്ടു, ഒരു സ്ഥലത്താൽ പൊതിഞ്ഞ, അല്ലെ, കട്ടികൂടി സ്ഥലത്താൽ പൊതിഞ്ഞ മർമ്മം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഈ മർമ്മത്തിനുള്ളിലായിട്ട് എന്ത് കാണപ്പെട്ടു, ക്രോമസോമുകളും അവയ്ക്കുള്ളിലായിട്ട് ജനിതക വസ്തുവായ എന്താണ് DNA കാണാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ സ്ഥലത്തിൽ പൊതിഞ്ഞ മർമ്മമുള്ള കോശങ്ങളെയാണ് യൂക്യാരിയോട്ടിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്ഥലത്തിൽ പൊതിഞ്ഞ മർമ്മമുള്ള കോശങ്ങൾ എന്ത് വിളിക്കും, യൂക്യാരിയോട്ടിക് കോശങ്ങളെന്നും, എന്നാൽ സ്ഥലത്തിൽ പൊതിയാത്ത മർമ്മമുള്ള കോശങ്ങളെ പ്രോക്യാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്, യൂക്യാരിയോട്ടിക് കോശങ്ങളിൽ എന്താണ് സ്ഥലത്തിൽ പൊതിഞ്ഞ മർമ്മം കാണപ്പെടുന്നു, എന്നാൽ പ്രോക്യാരിയോട്ടിൽ അത്തരത്തിൽ മർമ്മം കാണാൻ സാധിക്കുന്നില്ലെന്നാണ് അവ തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, പ്രോക്യാരിയോട്ടുകളും യൂക്യാരിയോട്ടുകളും വ്യത്യാസമാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ എന്താണ് ആദ്യം മനസ്സിലാക്കിയത്, അതായത് നമ്മൾ പറഞ്ഞ ജന്തുകോശം എടുത്തു, അല്ലെ, ജന്തുകോശത്തിൽ നിരീക്ഷിച്ചപ്പോൾ അതിനൊരു കോശസ്ഥലം ഉണ്ടെന്ന് മനസ്സിലായി, കോശത്തിന് പുറമെ ഒരു കോശസ്ഥലമുണ്ട്. ഇനി മാത്രമല്ല ഓരോ കോശത്തിനുള്ളിലായിട്ടും കട്ടികൂടി സ്ഥലത്താൽ പൊതിഞ്ഞ മർമ്മം കാണുന്നു മനസ്സിലാക്കി. ഈ മർമ്മത്തിനുള്ളിലായിട്ട് എന്ത് കാണപ്പെടുന്നു, ക്രോമസോമും അതിനുള്ളിലായിട്ട് എന്താണ് ജനിതക വസ്തുവായ DNA കാണപ്പെട്ടു. ഇനി ഇങ്ങനെ നമ്മൾ സ്ഥലത്തിൽ പൊതിഞ്ഞ മർമ്മമുള്ള കോശങ്ങളെ എന്ത് വിളിച്ചു, അത്തരം കോശങ്ങൾ യൂക്യാരിയോട്ടിക്കുകൾ എന്നും, എന്താണ് സ്ഥലത്താൽ പൊതിഞ്ഞ മർമ്മമുള്ളവയെ യൂക്യാരിയോട്ടിക് കോശങ്ങളെന്നും, എന്നാൽ സ്ഥലത്തിൽ പൊതിയാത്ത മർമ്മമുള്ള കോശങ്ങളെ പ്രോക്യാരിയോട്ടുകൾ എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ യൂക്യാരിയോട്ടും പ്രോക്യാരിയോട്ടിൽ എന്താണ്, സ്ഥലത്താൽ പൊതിഞ്ഞ ഒരു മർമ്മം ഇല്ല, എന്നാൽ എന്താണ് യൂക്യാരിയോട്ടിൽ സ്ഥലത്തിൽ പൊതിഞ്ഞ ഒരു മർമ്മം കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രോക്യാരിയോട്ട് യൂക്യാരിയോട്ടിൽ വ്യത്യാസം എന്താണ്, ഒന്നിന് ഒരു സ്ഥലത്താൽ പൊതിഞ്ഞ ഒരു വ്യക്തമായ ഒരു മർമ്മം കാണുന്നു, എന്നാൽ പ്രോക്യാരിയോട്ടിൽ സ്ഥലത്താൽ പൊതിഞ്ഞ വ്യക്തമായ ഒരു മർമ്മം കാണപ്പെടുന്നതിൽ മനസ്സിലാക്കി. അപ്പൊ അതാണ് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും വ്യത്യാസം ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ രണ്ടു തരം കോശങ്ങൾ, അതായത് പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടിലും എന്തുണ്ട്, ഉൾഭാഗത്ത് അർദ്ധദ്രാവക അവസ്ഥയിലുള്ള കോശദ്രവ്യം എന്ന് സൈറ്റോപ്ലാസം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും ഉള്ളിലായിട്ട് എന്ത് കാണപ്പെടുന്നു, അർദ്ധദ്രാവക അവസ്ഥയിലുള്ള കോശദ്രവ്യം എന്ന് സൈറ്റോപ്ലാസം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സിന്റെ പ്രത്യേകതകളാണ്. ആദ്യം പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല, അതിൽ വ്യക്തമായ ഒരു മർമ്മമില്ല, അതായത് ഒരു സ്ഥലത്താൽ പൊതിഞ്ഞൊരു മർമ്മം ഇല്ല. എന്നാൽ യൂക്യാരിയോട്സിൽ എടുക്കുകയാണെങ്കിൽ അതിന് സ്ഥലത്താൽ പൊതിഞ്ഞൊരു മർമ്മം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ ഈ രണ്ട് കോശങ്ങൾക്കുള്ളിലും എന്ത് കാണപ്പെടുന്ന, അർദ്ധദ്രാവക അവസ്ഥയിലുള്ള കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം നിറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കി. ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത്, ജന്തുകോശങ്ങളും സസ്യകോശങ്ങളും കോശപ്രവർത്തനം നടക്കുന്ന പ്രധാനമായും കോശദ്രവ്യത്തിൽ വെച്ചാണ്. അപ്പൊ സസ്യകോശം എടുക്കുകയാണെങ്കിൽ ജന്തുകോശങ്ങൾ എടുക്കുകയാണെങ്കിൽ കോശപ്രവർത്തനം നടക്കുന്ന പ്രധാനമായിട്ട് എവിടെയാണ്, കോശദ്രവ്യത്തിൽ വെച്ചാണ് കോശപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ കോശത്തിലെ ജീവൽ പ്രവർത്തന അവസ്ഥയിൽ നിലനിർത്തുന്നത് കോശദ്രവ്യത്തിൽ നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങൾ. അപ്പൊ കോശത്തിലെ ജീവൽ പ്രവർത്തനം നടക്കുന്ന എവിടെയാണ്, കോശദ്രവ്യത്തിനുള്ളിലാണ്. അപ്പൊ കോശത്തിലെ ജീവൽ പ്രവർത്തന അവസ്ഥയിൽ നിലനിർത്തുന്ന കോശദ്രവ്യത്തിൽ നടക്കുന്ന ഈ രാസപ്രവർത്തനങ്ങളാണ് മനസ്സിലാക്കി. അപ്പൊ എവിടെയാണ് രാസപ്രവർത്തനം നടക്കുന്നത്, കോശദ്രവ്യത്തിലാണ്. അപ്പൊ കോശത്തെ ഒരു കോശത്തിന്റെ ജീവൽ പ്രവർത്തന അവസ്ഥയിൽ നിലനിർത്തുന്നത് ആ കോശദ്രവ്യത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ജന്തു കോശത്തിനും സസ്യകോശത്തിനും നടക്കുന്ന എല്ലാ കോശപ്രവർത്തനവും എവിടെയാണ് നടക്കുന്നത്, കോശദ്രവ്യത്തിലാണ് നടക്കുന്നത്. കോശദ്രവ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തന ഫലമായിട്ടാണ് അവിടെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമ്മൾ ഇവിടെ പറഞ്ഞു യൂക്യാരിയോട്ടിക് കോശങ്ങൾ. യൂക്യാരിയോട്ടിക് കോശങ്ങൾ നമ്മൾ പറഞ്ഞു എന്താണ്, വ്യക്തമായൊരു മർമ്മമുണ്ട്, അല്ലെ, സ്ഥലത്താൽ പൊതിഞ്ഞൊരു മർമ്മമുണ്ടെന്ന് പറഞ്ഞു. ഇനി മർമ്മത്താൽ കൂടാതെ ഇവയിൽ എന്തും കാണപ്പെടുന്നുണ്ട്, യൂക്യാരിയോട്ടിക് കോശത്തിൽ സ്ഥല ആവരണമുള്ള വിവിധ കോശാംഗങ്ങൾ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഓർഗാനൽസ് കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു,
ഒന്നും പറഞ്ഞേ, യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ സ്ഥര ആവരണമുള്ള വിവിധ കോശാംഗങ്ങൾ കാണപ്പെടുന്നു. സ്ഥര ആവരണ വിവിധ കോശാംഗങ്ങൾ എവിടെ കാണപ്പെടുന്നു? യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്നു. ഇനി അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോമുകൾ, മൈറ്റോകോൺഡ്രിയകൾ, ഫേനങ്ങൾ, മൈക്രോബോഡികൾ മുതലായവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ എന്താണ്? യൂക്കാരിയോട്ടിൽ എന്ത് കാണപ്പെടുന്നു? സ്ഥര ആവരണമുള്ള കോശാംഗങ്ങൾ ഓർഗാനിൽസ് കാണപ്പെടുന്നു. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ആ കോശാംഗങ്ങൾ സ്ഥര ആവരണമുള്ള കോശാംഗങ്ങൾക്ക് ഉദാഹരണമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക, ഇനി ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോമുകൾ, മൈറ്റോകോൺഡ്രിയ, ഫേനങ്ങൾ, മൈക്രോബോഡികൾ തുടങ്ങിയവയാണ്. ഏതൊക്കെയാണ്? സ്ഥര ആവരണമുള്ള കോശാംഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, മൈറ്റോകോൺഡ്രിയ, ലൈസോസോമുകൾ, അതുപോലെ മൈക്രോബോഡികൾ, ഫേനങ്ങൾ മുതലായവയാണ് ഇതിന് ഉദാഹരണം. മനസ്സിലാക്കി വെക്കുക. എന്നാൽ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ എടുക്കുമ്പോൾ ഇവയ്ക്ക് സ്ഥര ആവരണ മർമ്മമോ മറ്റു കോശാംഗങ്ങളോ കാണപ്പെടുന്നില്ല. അപ്പൊ പ്രോക്യാരിയോട്സിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഥര ആവരണങ്ങൾ എന്തില്ല? മർമ്മമില്ല. അതോടൊപ്പം തന്നെ മറ്റു കോശാംഗങ്ങൾ കാണപ്പെടുന്നില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? ആദ്യം നമ്മൾ മനസ്സിലാക്കി ഒരു സസ്യകോശമാണെങ്കിൽ അതിന് എന്ത് കാണും? കോശഭിത്തി കാണും അല്ലെ. എന്നാൽ ജന്തുകോശം എടുക്കുമ്പോൾ അതിന് കോശസ്ഥലം അല്ലെങ്കിൽ ബാഹ്യസ്ഥലം, പ്ലാസ്മ സ്ഥലം കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ കോശസ്ഥലത്തിന്റെ ഉള്ളില് ജന്തുകോശത്തെ കുറിച്ച് പഠിക്കാൻ കോശസ്ഥലത്തിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു? വ്യക്തമായ ഒരു അല്ലെങ്കിൽ ഒരു സ്ഥലത്താൽ പൊതിഞ്ഞൊരു വ്യക്തമായ മർമ്മം ഉണ്ടെന്ന് പറഞ്ഞു. മർമ്മത്തിനുള്ളിലായിട്ട് ക്രോമസോമിനുള്ളിലായിട്ട് ജനിതക വസ്തുവായ DNA കാണപ്പെടുന്നു പറഞ്ഞു അല്ലെ. ഇനി അതിൽ തന്നെ നമ്മൾ പറഞ്ഞത് പ്രോക്യാരിയോട്ടിക് കോശങ്ങളും യൂക്കാരിയോട്ടിക് കോശങ്ങളെ കുറിച്ച് വേർതിരിച്ചു. പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വ്യക്തമായ ഒരു മർമ്മം കാണപ്പെടുന്നില്ല, അല്ലെങ്കിൽ സ്ഥലത്താൽ പൊതിഞ്ഞൊരു വ്യക്തമായ മർമ്മം കാണപ്പെടുന്നില്ല. എന്നാൽ യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ വ്യക്തമായ ഒരു മർമ്മം അല്ലെങ്കിൽ സ്ഥലത്താൽ പൊതിഞ്ഞൊരു മർമ്മം കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കി. ഇപ്പൊ എന്താണ് മനസ്സിലാക്കിയത്? രണ്ട് കോശങ്ങൾക്കുള്ളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? അർദ്ധദ്രാവക അവസ്ഥയിലുള്ള കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം കാണപ്പെടുന്നത്. പ്രോക്യാരിയോട്ടിക് കോശമാണെങ്കിലും യൂക്കാരിയോട്ടിക് കോശമാണെങ്കിലും അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? അർദ്ധദ്രാവക അവസ്ഥയിലുള്ള കോശദ്രവ്യം കാണപ്പെടുന്നു. ഈ കോശദ്രവ്യത്തിലാണ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രാസപ്രവർത്തനം എവിടെ നടക്കുന്നു? കോശദ്രവ്യത്തിൽ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നു. അടുത്ത മനസ്സിലാക്കിയത് എന്താണ്? പ്രോക്യാരിയോട്സും യൂക്കാരിയോട്സും രണ്ടാമത്തെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ പ്രോക്യാരിയോട്സിൽ നമ്മൾ പറഞ്ഞു മർമ്മമില്ല എന്ന് പറഞ്ഞു, വ്യക്തമായ മർമ്മമില്ല, എനിക്ക് സ്ഥലത്താൽ പൊതിഞ്ഞൊരു മർമ്മമില്ല എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, ഇതിൽ സ്ഥരാവരണമുള്ള കോശാംഗങ്ങളും പ്രസന്റ് അല്ല. അപ്പൊ സ്ഥരാവരണ കോശാംഗങ്ങളും എവിടെയില്ല? ഈ പ്രോക്യാരിയോട്സിൽ ഇല്ല. സ്ഥരാവരണമുള്ള മർമ്മവും ഇല്ല, മറ്റു കോശങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത എന്താണ്? യൂക്കാരിയോട്സിൽ എടുക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ്? വ്യക്തമായ അല്ലെങ്കിൽ സ്ഥരാവരണ മർമ്മമുണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട്? സ്ഥരാവരണമുള്ള കോശാംഗങ്ങൾ എവിടെയുണ്ട്? യൂക്കാരിയോട്സിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? സ്ഥരാവരണമുള്ള യൂക്കാരിയോട്സിൽ കാണപ്പെടുന്ന സ്ഥരാവരണമുള്ള കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? അന്തർദ്രവ്യ ജാലിക ഏതൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, നമ്മൾ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, മൈറ്റോകോൺഡ്രിയ, അതുപോലെ മൈക്രോബോഡീസ്, ലൈസോസോമുകൾ, അതുപോലെ ഫേനങ്ങൾ, ഇവയെല്ലാം സ്ഥരാവരണമുള്ള കോശാംഗങ്ങളാണ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതാണ് നമ്മൾ രണ്ടാമത്തെ ഡിഫറൻസ് മനസ്സിലാക്കിയത്. അടുത്തത് പ്രോക്യാരിയോട്ടിക് കോശങ്ങളും യൂക്കാരിയോട്ടിക് കോശങ്ങളും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗമാണ് റൈബോസോം. അടുത്ത പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് റൈബോസോമിനെ കുറിച്ചാണ്. റൈബോസോം എന്ന് പറയുന്ന ഒരു കോശാംഗമാണ്. അത് എവിടെ കാണപ്പെടുന്നു? യൂക്കാരിയോട്ടിക് കോശങ്ങളും പ്രോക്യാരിയോട്ടിക് കോശങ്ങളും കാണപ്പെടുന്നു. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവയ്ക്ക് സ്ഥരാവരണമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രോക്യാരിയോട്ടിക് കോശങ്ങളും കാണപ്പെടുന്നു, യൂക്കാരിയോട്ടിക് കോശങ്ങളും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗം ഏതാണ് എന്ന് ചോദ്യം ഏതാണ്? ഉത്തരം റൈബോസോം ആണ്. ഓർത്തുവെക്കുക. നമ്മൾ മനസ്സിലാക്കി എന്താണ്? പ്രോക്യാരിയോട്സിന് സ്ഥരാവരണമുള്ള മർമ്മവും മറ്റു കോശാംഗങ്ങളും ഇല്ലെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ പ്രോക്യാരിയോട്സിൽ എന്തുണ്ട്? സ്ഥരാവരണം ഇല്ലാത്ത ഒരു കോശാംഗമായ റൈബോസോം ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ യൂക്കാരിയോട്ടിലും പ്രോക്യാരിയോട്ടിക് കോശവും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗം ഏതാണ്? ചോദ്യത്തിന് ഉത്തരം ഏതാണ്? റൈബോസോം ആണ്. ഓർത്തുവെക്കുക. ഇനി കോശത്തിനുള്ളിലെ റൈബോസോമുകള് കോശത്തിനുള്ളില് കോശദ്രവ്യത്തിൽ കൂടാതെ എവിടെയൊക്കെ കാണപ്പെടുന്നു? ഇനി റൈബോസോമുകൾ എവിടെയൊക്കെ കാണപ്പെടുന്നു അടുത്ത് മനസ്സിലാക്കുക. കോശത്തിനുള്ളില് റൈബോസോമുകൾ ഈ കോശദ്രവ്യത്തിന് പുറമെ എവിടെയൊക്കെ കാണപ്പെടുന്നു? അതുപോലെ തന്നെ കോശദ്രവ്യത്തിൽ കൂടെ അന്തർദ്രവ്യ ജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തില് മറ്റു രണ്ട് കോശാംഗങ്ങളായ ഹരിതകണം, മൈറ്റോകോൺഡ്രിയ എന്നിവകളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന റൈബോസോമുകൾ കാണപ്പെടുന്നു. അപ്പൊ റൈബോസോം എന്ന് പറയുന്ന പ്രോക്യാരിയോട്ടിക് കോശവും യൂക്കാരിയോട്ടിക് കോശങ്ങളും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗമാണ്. ഇനി ഇത് എവിടെ കാണപ്പെടുന്നു എന്ന് വെച്ചാൽ കോശത്തിനുള്ളിൽ റൈബോസോമുകൾ കോശദ്രവ്യത്തെ കൂടാതെ അന്തർദ്രവ്യ ജാലികയുടെ പുറത്തായും മറ്റു രണ്ട് കോശാംഗങ്ങളായ ഹരിതകണം അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയ എന്നിവയുടെ ഉള്ളിലായും കാണപ്പെടുന്നു. അപ്പൊ എവിടെയൊക്കെയാണ് റൈബോസോമുകൾ കാണപ്പെടുന്നത്?
കോശത്തിനുള്ളിലെ റൈബോസോമുകൾ കോശദ്രവ്യത്തിൽ കൂടാതെ, കോശത്തിനുള്ളിലെ റൈബോസോം ഇവിടെ കാണപ്പെടുന്നു, കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ അന്തർദ്രവ്യ ജാലികയുടെ പുറത്ത് കാണപ്പെടുന്നു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അന്തർദ്രവ്യ ജാലികയുടെ പുറത്ത് കാണപ്പെടുന്നു. അതുപോലെ മറ്റ് രണ്ട് കോശാംഗങ്ങളായ മൈറ്റോകോൺഡ്രിയയും ഹരിതകണങ്ങൾ, സസ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹരിതകണങ്ങൾ എന്ത് കാണപ്പെടുന്നു, റൈബോസോമുകൾ കാണപ്പെടുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ മനസ്സിലാക്കിയ റൈബോസോമിനെ കുറിച്ച്? റൈബോസോം എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് യൂക്കാരിയോട്ടിക് കോശങ്ങളും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗമാണ് എന്ന് മനസ്സിലാക്കി. രണ്ടിത് എവിടെ കാണപ്പെടുന്നു? കോശത്തിലെ കോശദ്രവ്യത്തിന് പുറമെ ഇത് അന്തർദ്രവ്യ ജാലികയുടെ പുറത്തും, അതുപോലെ മറ്റു കോശാംഗങ്ങൾ ഹരിതകണമാണെങ്കിൽ സസ്യങ്ങൾ ഹരിതകണങ്ങളും, അതുപോലെ മൈറ്റോകോൺഡ്രിയയും എന്ത് കാണപ്പെടുന്നു, റൈബോസോം കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതുപോലെ തന്നെ ജന്തുകോശങ്ങളും കാണപ്പെടുന്ന ഒരു സ്ഥരാവരണമില്ലാത്ത കോശാംഗമുണ്ട്, അതിന് പറയുന്നത് സെൻട്രോസോം. അപ്പൊ ജന്തുകോശങ്ങൾ കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗം ഏതാണ്? സെൻട്രോസോം ആണ്. ഇത് കോശ വിഭജനത്തിന് സഹായിക്കുന്നു. അപ്പൊ സെൻട്രോസോം എന്തിനു സഹായിക്കുന്നു? കോശ വിഭജനത്തിന് സഹായിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? പ്രോക്യാരിയോട്ടിലും യൂക്കാരിയോട്ടിക് കോശങ്ങളും സ്ഥരാവരണമില്ലാത്ത കോശാംഗങ്ങളുണ്ട്. അത്തരത്തിൽ സ്ഥരാവരണമില്ലാത്ത ഒരു കോശാംഗമാണ് റൈബോസോം. അത് പ്രോക്യാരിയോട്ടിലും ഉണ്ട്, യൂക്കാരിയോട്ടിലും ഉണ്ട്. ഇനി നമ്മൾ മനസ്സിൽ എന്താണ്? റൈബോസോം എന്ന് പറയുന്നത് എവിടെയൊക്കെ കാണപ്പെടുന്നു? റൈബോസോം എന്ന് പറഞ്ഞാൽ കോശത്തിനുള്ളിൽ കോശദ്രവ്യത്തിന് പുറമെ അന്തർദ്രവ്യ ജാലികയുടെ പുറത്തും, അതുപോലെ മറ്റു കോശാംഗങ്ങളായ ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ്, അത് എവിടെയാണ് ഹരിതകണങ്ങളുടെ സസ്യങ്ങളില്, അതുപോലെ തന്നെ എവിടെയും കാണപ്പെടുന്നുണ്ട് ഈ പറയുന്ന മൈറ്റോകോൺഡ്രിയയിൽ കാണപ്പെടുന്നു. ഇനി മറ്റൊരു കോശാംഗം, സ്ഥരാവരണമില്ലാത്ത മറ്റൊരു കോശാംഗം ജന്തുകോശങ്ങൾ കാണപ്പെടുന്നു, അതാണ് സെൻട്രോസോം. അത് കോശ വിഭജനത്തിന് സഹായിക്കുന്നു മനസ്സിലാക്കുക. കോശ വിഭജനത്തിന് സഹായിക്കുന്ന ജന്തുകോശത്തിൽ കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗം ഏതാണ്? സ്ഥരാവരണമില്ലാത്ത കോശാംഗമാണ്. അതായത് ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗം ഏതാണ്? സെൻട്രോസോമാണ്. അതിന്റെ ധർമ്മം എന്താണ്? കോശ വിഭജനമാണ് അതിന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കി വെക്കാം. ഇത്രയും പോയിന്റ്സ് നമ്മൾ ക്ലിയർ ആക്കി വെക്കാം. ഇനി നമ്മൾ കോശങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? കോശങ്ങള് അത് നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ കോശം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും വലിയ കോശം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് അണ്ഡമാണ്. എന്നാൽ അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് കുംഭീജവും, അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം എന്ന് വെച്ചാൽ നാഡീകോശമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മളെ കോശങ്ങൾ ആകൃതിയിലും വലിപ്പത്തിലും ധർമ്മത്തിലും വളരെയധികം വ്യത്യാസം കൊടുക്കും. അപ്പൊ എല്ലാ കോശങ്ങളും ഒരുപോലെയാണ് ഇരിക്കുന്നത്, അല്ല ആകൃതിയിലും വലിപ്പത്തിലും രൂപത്തിലും ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ കോശമാണ് ഏത്? മൈക്കോപ്ലാസ്മ. നമ്മൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് കുംഭീജം. എന്നാൽ ഏറ്റവും ചെറിയ കോശം ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. അതിന് 0.3 μm നീളം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്? മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ കോശം. ഏറ്റവും ചെറിയ കോശം അല്ലെങ്കിൽ മൈക്രോപ്ലാസ്മ എന്നറിയപ്പെടുന്നു. എന്നാൽ ബാക്ടീരിയകൾക്ക് എന്താണ് 3 μm മുതൽ 5 μm വരെ നീളമുണ്ട്. ഇനി ഏറ്റവും വലിയ ഒറ്റ കോശം ഏതാണ്? ഏറ്റവും വലിയ ഒറ്റ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. അപ്പൊ ഏറ്റവും ചെറിയ കോശം ഏതാണ്? മൈക്രോപ്ലാസ്മ അല്ലെങ്കിൽ PPLO, പ്ലൂറോ പ്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്, PPLO ആണ്. അല്ലെങ്കിൽ മൈക്രോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ കോശം. ഇനി ഏറ്റവും വലിയ കോശം തന്നെ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണെന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോശങ്ങളെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് റിവിഷൻ ക്ലാസ് ആയിട്ട് വിചാരിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ റിവൈസ് ചെയ്യുന്ന തുല്യമാണ് ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ റിമൈനിങ് പോർഷൻസ് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്ന ബൈ ഫ്രം മീ. താങ്ക് യു.